ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണെങ്കിലും പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളത് ഇത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണെന്നാണ്. അതേക്കുറിച്ച് എന്ത് തോന്നുന്നു? പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പീപ്പിൾ വുഡ് ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ദിസ്. പക്ഷേ ഞാൻ 2 തവണ നല്ലപോലെ പ്രിലിംസ് പഠിച്ചെഴുതിയപ്പോൾ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അത് എക്സാം അൺപ്രഡിക്റ്റബിൾ ആണ്, സർട്ടൻ ക്വസ്റ്റ്യൻസ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നതിനേക്കാൾ ഉപരി ശരിയായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യാത്തതിൻ്റെ ഒരു അഭാവം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇരുന്ന് എനിക്ക് എന്തുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യം. നമുക്ക് നോളജ് മാത്രം പോരാ. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ UPSC പ്രിലിംസിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് അറിയണം. നമ്മൾ മേ ബി മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്സ് വരും. നമ്മൾ പല മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്പർ എവിടെയെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ അതിനുശേഷം അൺപ്രഡിക്റ്റബിലിറ്റിയെ പറ്റി ചോദിച്ചുകൊണ്ട് മാത്രം ഈ മോക്ക് ടെസ്റ്റ് ആർ നോട്ട് എ റിലയബിൾ ഫാക്ടർ ടു മെഷർ അവർ പെർഫോമൻസ്. ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് കരുതിയിരുന്നത് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് മാർക്ക് വന്നപ്പോൾ മേ ബി എനിക്ക് മോക്ക് ടെസ്റ്റുകളിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കുറവാണ് എൻ്റെ ഫൈനൽ ഈ ഓപ്ഷണൽ സബ്ജക്റ്റിന് ലഭിച്ചത്. പക്ഷെ അതേസമയം എനിക്ക് GS സബ്ജക്ട്സിന് അറൗണ്ട് 440+ മാർക്ക് ലഭിച്ചു. അപ്പം മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നത്, ജനറൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ദർ കുഡ് ബി ആൻ അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ ബിക്കോസ് ക്ലോസ് ടു ഞങ്ങളെല്ലാവരും ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കോളിന് വരുന്ന ഏകദേശം ഓൾ ഓഫ് us ഐ ലൈക്ക് ടു ബിലീവ് are on the same scale of intelligence, capability, same level of preparation. പക്ഷെ അതിൽ നിന്നും 1-2 മാർക്കുകൾ നമ്മുടെ ഹോൾ ജേർണി ഡീറെയിൽ ചെയ്യാം. കാരണം ഈച്ച് മാർക്ക് കൗണ്ട്സ്. സോ ദർ കുഡ് ബി ആൻ ഫാക്ടർ ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി ദറ്റ് കംസ് ഔട്ട് ഓഫ് ഹൗ റിഗ്രസ് ദ എക്സാം ഈസ്. അതുകൊണ്ട് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിൽ നിന്ന് പോലും 1000-ൽ താഴെ ആൾക്കാരെ അതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കഠിനാധ്വാനമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്, ചിലർ ലക്ക് ഫാക്ടറായിട്ട് എടുക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓൾ ഓഫ് ദാറ്റ്.